സത്യത്തിൽ ദൈവങ്ങൾക്ക് പ്രേമം, സുഖാനുഭൂതികൾ, കുടുംബജീവിതം, ഭക്ഷണം എന്നെല്ലാം ഉണ്ടോ? ഖുർആനിൽ പറയുന്നു, അള്ളാഹുവിന് ഉറക്കമില്ല, ആശ്രയമില്ല, ഒരു സൃഷ്ടിയിൽ നിന്നും ഒരു സെക്കൻഡ് പോലും അശ്രദ്ധനുമല്ല, ആരിൽ നിന്നും ഉണ്ടായവനല്ല, ആദ്യമില്ല അന്ത്യവുമില്ല എന്നുള്ള ഒരുപാട് വിശേഷണങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. മറ്റു മതങ്ങളിലും ഇങ്ങനെ തന്നെയാണോ ദൈവത്തിൻ്റെ വിശേഷണമെന്ന് നോക്കാൻ ഈ വീഡിയോ നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രശസ്തമായിട്ടുള്ള മറ്റു മതങ്ങളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വിശേഷണങ്ങളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധമതം, ഇസ്ലാം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ നോക്കുന്നത്. ആരംഭം ഇങ്ങനെ: ദൈവം മനുഷ്യനെ പോലെയാണോ? അവന് പ്രണയമുണ്ടോ, കുടുംബമുണ്ടോ, അനുഭൂതികളുണ്ടോ? ഈ ചോദ്യത്തിന് ഓരോ മതവും പറഞ്ഞിട്ടുള്ള മറുപടികൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇസ്ലാം മതം പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, അള്ളാഹു മനുഷ്യരൂപത്തിലല്ല. ഖുർആൻ പറയുന്നത് പോലെ അവനെപ്പോലെ ഒന്നുമില്ല, അവൻ ഉറക്കം പിടിക്കുകയില്ല, അശ്രദ്ധയും അവനെ സ്പർശിക്കുകയില്ല. സൂറത്തുൽ ബഖറയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സൃഷ്ടികളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനാണ്. ഭക്ഷണം, പ്രണയം, ഉറക്കം, കുടുംബം ഒന്നും അവനിലില്ല. എന്നാൽ അവൻ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. അതിനാൽ അവൻ്റെ സ്നേഹം ദയയും കരുണയുമായി മാത്രം പ്രകടമാകുന്നു. ഇനി ഹിന്ദു മതത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവം എല്ലായിടത്തും എല്ലാ രൂപങ്ങളിലും ഉണ്ട്. ഹിന്ദു ദർശനത്തിൽ ദൈവം ഒരൊറ്റതായും അതേസമയം അനന്തമായ രൂപങ്ങളായി കാണപ്പെടുന്നു. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ഞാനാണ് എല്ലാത്തിൻ്റെയും മൂലം, എല്ലാം എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കൃഷ്ണൻ മനുഷ്യരൂപം സ്വീകരിച്ചതിലൂടെ ദൈവം മനുഷ്യൻ്റെ അനുഭൂതികളിൽ ഇറങ്ങി വന്നു എന്ന സന്ദേശം നൽകുന്നു. അവൻ പ്രേമിച്ചു രാധയോട്, ഗോപികകളോട്. പക്ഷേ ആ പ്രേമം ശാരീരികമല്ല, അത് ആത്മാവിനെയും പരമാത്മാവിനെയും ബന്ധിപ്പിക്കുന്ന ദൈവിക പ്രേമമാണ്. മാമേകം ശരണം വ്രജ എന്ന വാക്കിലൂടെ അവൻ പറയുന്നു, മറ്റെല്ലാം വിട്ട് എനിക്കായി പൂർണ്ണമായി സമർപ്പിക്കൂ, ഞാൻ നിന്നെ രക്ഷിക്കും. അതുതന്നെയാണ് ദൈവിക പ്രേമത്തിൻ്റെ പരമമായ രൂപം. അടുത്തതായി ക്രിസ്ത്യൻ മതം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം സ്നേഹമാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ ദൈവം ഒരു വ്യക്തിയല്ല, സ്നേഹത്തിൻ്റെ സ്വരൂപം തന്നെയാണ്. ദൈവം മനുഷ്യരൂപത്തിൽ യേശുവായി പ്രത്യക്ഷപ്പെട്ടതും അതേ കാരണത്താൽ തന്നെ. മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സ്നേഹം നേരിട്ട് അനുഭവിക്കാനായി യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കൂ. ഇത് ദൈവിക പ്രേമത്തിൻ്റെ അതിരില്ലാത്ത രൂപമാണ്. അവൻ സ്നേഹിക്കുന്നു. ബുദ്ധമതം ദൈവം അകത്തെ കരുണയും ബോധവും. ബുദ്ധമതത്തിൽ വ്യക്തമായൊരു സൃഷ്ടാവിനെ പറയുന്നില്ല. പക്ഷേ ബുദ്ധൻ പറഞ്ഞത് കരുണയും ബോധവും ചേർന്നതാണ് ബോധോദയം. ഇവിടെ ദൈവം എന്നത് അകത്തെ പരിപൂർണമായ കരുണയും സമത്വബോധവുമാണ്. അതായത് ദൈവം എന്നത് പുറത്തുള്ള ഒരു രൂപമല്ല, അകത്ത് ഉണരുന്ന അനന്ത കാരുണ്യമാണ്. നമുക്കിതിൽ നിന്ന് നിഗമനത്തിലേക്ക് എത്താം. എല്ലാ മതങ്ങളും ഒരേ സത്യം തന്നെ പറയുന്നുണ്ട്. മതങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവയൊക്കെ പറയുന്ന ഒറ്റ കാര്യമാണ്: ദൈവം മനുഷ്യരൂപത്തിൽപ്പെട്ടവനല്ല. ദൈവത്തിന് പ്രേമമുണ്ട്, പക്ഷേ അത് ദൈവിക സ്നേഹമാണ്. സ്വാർത്ഥതയില്ലാത്ത അളവറ്റ കരുണയായി പ്രകടമാകുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൻ ഉറങ്ങുന്നില്ല, ക്ഷീണിക്കുന്നില്ല, മറക്കുന്നില്ല, കാരണം അവൻ സൃഷ്ടിയുടെ ഉറവിടം തന്നെയാണ്. മതങ്ങൾ പറയുന്ന വ്യത്യസ്ത വഴികളിലൊക്കെ ഒടുവിൽ ഒരേ സമുദ്രത്തിലേക്ക് ഒഴുകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം സ്നേഹമാണ്, പക്ഷേ അത് മനുഷ്യൻ്റെ സ്നേഹമല്ല, അത് സകല ജീവികളെയും ഉൾക്കൊള്ളുന്ന പരമസ്നേഹമാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ പോലെ ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനെ പോലെ വിചാരങ്ങളിൽ നമ്മൾ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് മനുഷ്യൻ്റെ പ്രേമം അതുപോലെയൊക്കെ തന്നെയാവാം എന്നുള്ള തോന്നലുകൾ. എന്നാൽ ഈ കമൻറ്റിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവത്തിന് അനന്തമായ വിശേഷണങ്ങൾ ധാരാളം തന്നെയുണ്ട്. കൂട്ടുകാരെ, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള സംശയങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് ഇവിടെ ആ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് ചോദിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കമൻറ്റിലൂടെ നൽകുന്ന ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ അതിൻ്റെ ഉത്തരത്തെ കണ്ടെത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. ആകയാൽ നിങ്ങളുടെ മനസ്സിലെ സംശയങ്ങളെ ഇട്ടുകൊണ്ട് ജീവിതം തള്ളി നിൽക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളെ തീർച്ചയായും ചോദിക്കേണ്ടതാണ്. നന്ദി.